സർക്കാർ നിയമപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നിയമത്തിന് വിരുദ്ധമായിട്ടോ കോടതി ഉത്തരവുകൾക്ക് വിരുദ്ധമായിട്ടോ ഒരു നിലപാടും ഒരാളുടെ കാര്യത്തിലും സർക്കാർ സ്വീകരിക്കില്ല. അപ്പോൾ ഏത് കാര്യത്തിലായാലും ആ സമീപനം തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഈ കേസിലും നിയമത്തിന് അകത്തുമിന്ന് കോടതി ഉത്തരവുകൾക്കകത്തുമിന്ന് മാത്രമേ സർക്കാർ നിലപാട് സ്വീകരിക്കുകയുള്ളൂ. ഈ പറയുന്ന കാര്യം നിങ്ങൾ പറയുന്നത് എൻ്റെ ശ്രദ്ധയിലില്ല. പക്ഷേ നിയതമായ നടപടിക്രമങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാലോ ഏതെങ്കിലും റിപ്പോർട്ട് തേടിയാലോ ഒരു പ്രതിയെയും ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാൻ നമ്മുടെ നാട്ടിൽ നടക്കില്ല. ഏതെങ്കിലും മന്ത്രി വിചാരിച്ചാലും ഒരു പ്രതിയെയും വിട്ടയക്കാനോ ശിക്ഷ കുറയ്ക്കാനോ കഴിയില്ല. CRPC 432 പ്രകാരം പ്രതികളുടെ ശിക്ഷയിൽ ഇളവ് വരുത്തുന്നതിന് നിയമം അധികാരം നൽകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജയിൽ ചട്ടങ്ങളുണ്ട്, ജയിൽ നിയമമുണ്ട്, ജയിൽ ചട്ടങ്ങളുണ്ട്. ജയിൽ ചട്ടം അനുസരിച്ചുകൊണ്ടുള്ള ഒരു ഉപദേശക സമിതിയുണ്ട്. ആ ഉപദേശക സമിതിക്കകത്ത് തന്നെ ജില്ലാ ജഡ്ജി ഉണ്ടാവും, ജില്ലാ കളക്ടർ ഉണ്ടാവും, ജില്ലാ പോലീസ് മേധാവി ഉണ്ടാവും, അതോടൊപ്പം തന്നെ മറ്റുദ്യോഗസ്ഥരുണ്ടാവും, അനൗദ്യോഗിക അംഗങ്ങളുണ്ടാവും. അവർ പൊതു മാനദണ്ഡങ്ങൾ അനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കണം എന്നും ജയിൽ ചട്ടം 464 എൻ്റെ ഓർമ്മ പറയുന്നുണ്ട്. ജീവപര്യന്തത്തിൽ എന്ത് ചെയ്യണം, മറ്റ് 1 വർഷത്തിൽ കൂടുതലാണെങ്കിൽ എങ്ങനെയായിരിക്കും ശുപാർശ സമർപ്പിക്കേണ്ടത്. അങ്ങനെ സമർപ്പിക്കുന്ന ശുപാർശകൾ ആ 464 അനുസരിച്ചായിരിക്കും. അതനുസരിച്ച് അയക്കുമ്പോൾ തന്നെ സർക്കാരിലേക്ക് വന്നാൽ ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിക്കും. ആ വകുപ്പുകൾ പരിശോധിച്ച് നിയമാനുസൃതമാണെന്ന് കണ്ടെത്തിയാൽ മാത്രമാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പ് എന്നല്ല ആഭ്യന്തര വകുപ്പ് അത് മന്ത്രിസഭയുടെ മുമ്പിൽ കൊണ്ടുവരും. ഞങ്ങളാണെങ്കിൽ കേരളത്തിൽ ഒരു സുവിദിതമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ്. അത് അങ്ങനെ വരുന്ന ശുപാർശകൾ എല്ലാം നിയമാനുസൃതമാണെങ്കിൽ പോലും സ്ത്രീകൾക്കും അതുപോലെ കുട്ടികൾക്ക് നേരെയുള്ള അവരുടെ മാനഭംഗം, അതുപോലെ കൊലപാതകം, ഇത്തരം കേസുകൾക്കകത്ത് എല്ലാ സമിതികൾ ശുപാർശ ചെയ്താൽ പോലും പൊതുവായ മാനദണ്ഡം സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ സർക്കാരോ കഴിഞ്ഞ സർക്കാരോ അധികാരത്തിൽ വന്നതിന് ശേഷം ജയിൽ സമിതികളുടെ ശുപാർശകളുടെ പ്രകാരം ശിക്ഷ ഇളവ് ചെയ്തിട്ടുള്ള പ്രതികളുടെ പശ്ചാത്തലങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള മാനദണ്ഡം സർക്കാർ സ്വീകരിച്ചിട്ടേ ഇല്ല. ഇതുവരെ സ്വീകരിച്ചിട്ടില്ല, ഇനിയും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതെങ്കിലും നിയമത്തിന് വ്യത്യസ്തമായോ കോടതി വിധികൾക്ക് വ്യത്യസ്തമായോ ഒരു സമീപനവും ഒരാളുടെ കാര്യത്തിലും സർക്കാർ സ്വീകരിക്കില്ല. ഈ കണ്ണൂർ സംഭവത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ പറയുന്ന ഉപദേശ സമിതിയുടെ റിപ്പോർട്ടിലാണ് ഈ 3 പേരുടെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ സൂപ്രണ്ട് പോലീസിലേക്ക് കത്തയച്ചിട്ട് അതിലൊരു അവരുടെ അതൊരു ഞാൻ അതിന് ഭാഗം കണ്ടിട്ടില്ല. നമ്മുടെ പോലീസ് ഉപദേശ സമിതി ഇതാണ്, ജില്ലാ ജഡ്ജി ഉൾപ്പെടുന്ന ഉപദേശക സമിതിയാണ്. ഉപദേശക സമിതി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ജയിൽ ചട്ടം പറയുന്നുണ്ട്. അതനുസരിച്ച് പ്രവർത്തിച്ചാൽ തന്നെ ഇവരെ വിട്ടയച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നാട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവിടെ നിന്ന് റിപ്പോർട്ട് തേടും, മറ്റു കാര്യങ്ങൾ തേടും. അതെല്ലാം പരിശോധിച്ചിട്ട് നിയമപരമായിട്ട് ഇത് സാധ്യത ഉണ്ടോ എന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ പരിശോധിക്കും. അതെല്ലാം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും സർക്കാർ ഒരാളുടെ കാര്യം ചെയ്യില്ല. കർശനമായ നിയന്ത്രണം നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ഇവരെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ഈ നിയമമൊന്നും അറിയാത്ത ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തേടുന്നത്. അല്ല, അതെനിക്കറിയില്ല. എന്നുവെച്ചാൽ ഇതിൻ്റെ നിയമവശം പരിശോധിക്കുമ്പോൾ ജയിൽ സമിതി പരിശോധിക്കുമ്പോൾ അവരുടെ മാനദണ്ഡം അനുസരിച്ച് പരിശോധിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ നിയമപരമായിട്ടുള്ള മാനദണ്ഡങ്ങളോ കോടതി നിർദ്ദേശങ്ങളോ അനുസരിച്ചുള്ള ഏത് കാര്യത്തിലും ഒരു തരത്തിൽ വിട്ടുപിടിച്ച് സർക്കാർ ചെയ്യില്ല. കേസിന് മാത്രം പ്രത്യേക പരിഗണന എന്തോ കിട്ടുന്നത്? മറ്റൊരുപാട് കേസുകളിൽ പ്രതികളായി ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്നവരുണ്ട്. ഏതൊക്കെ കേസുള്ളതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കേസ് പറയും. അല്ല, ഏതെങ്കിലും ഒരു കേസ് പറയും. അല്ല, ഒരു കേസ് പറയൂ. നിങ്ങൾ ശ്രദ്ധയിൽ ഒരു കേസിൽ ഇതിന് വ്യത്യസ്തമായിട്ട് ഈ കേസ് തന്നെ ചെയ്ത് നമുക്കറിയില്ല. ഞങ്ങളുടെ മുൻപിൽ വരുന്നതെല്ലാം പൊതു സ്വഭാവമാണ്. അല്ല, പൊതു സ്വഭാവത്തിൽ വ്യത്യസ്തമായ ഒരു കേസ് പറയും. അല്ല, TP കേസിലെ പ്രതികൾക്ക് നിരവധിയാണ് പരോൾ. അതെ, ഞാൻ പറഞ്ഞു ഈ കേസ് നിങ്ങൾ പറയും. ഒന്ന് ചോദിക്കുമ്പോൾ വേറെ പറയരുത്. സമാനമായ കേസുകൾ എന്ന് പറഞ്ഞാൽ ഈ കേസിൽ തന്നെ ഞാൻ പറഞ്ഞത് ഈ TP കേസിലെ പ്രതികൾക്ക് നിരന്തരമായി പരോൾ ലഭിക്കുന്നു. അല്ല, അതല്ല നിങ്ങളുടെ ചോദ്യം അതായിരുന്നില്ലല്ലോ. നിങ്ങളുടെ ചോദ്യം അതായിരുന്നില്ല. അല്ല, അത് വേറെ ചോദ്യം. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രശ്നം അതല്ലല്ലോ. ഞങ്ങളുടെ മുൻപിൽ ഒറ്റ കാര്യമുള്ളൂ, ഏത് കേസിലെ പ്രതിയാണെങ്കിലും കോടതി ഉത്തരവുകൾക്ക് വ്യത്യസ്തമായി ഒരു സമീപനവും സർക്കാർ സ്വീകരിക്കില്ല.